ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന ടിപ്സ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സാണ്. നമ്മൾ ചുമ്മാ വലിച്ചെറിഞ്ഞ് കളയുന്ന കവർ വെച്ചിട്ടുള്ള ടിപ്സൊക്കെയാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ ബ്രെഡൊക്കെ വാങ്ങിക്കുന്ന കാലി കവർ കാണുമല്ലോ. അപ്പോൾ നമ്മളപ്പോൾ അത് ആവശ്യം കഴിയുമ്പോൾ നമ്മൾ കളയുകയാണ് പതിവ്. അപ്പോൾ നമുക്കത് ഇതുപോലെ ഒരു ഗ്ലൗസ് പോലെ കയ്യുറ പോലെയൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. മിറ്റം അടിക്കുന്ന അമ്മമാർക്കും ഒക്കെ ആണെങ്കിലും അത് നല്ലൊരു ഉപകാരമായിരിക്കും കരിയിലയും ചവറൊക്കെ കളയാൻ. ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ ലൈറ്ററൊക്കെ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ തുരുമ്പിൻ്റെ ആ ഒരു ഇതൊക്കെ കയറി വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു തുരുമ്പ് കറ, അതായത് ഒരു പുതുമ മാറി അതൊരു പഴയ ലുക്കിലോട്ട് പോകും. അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ടുള്ള ഈസി ടിപ്പെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ലൈറ്റർ എപ്പോഴാണെങ്കിലും ഉപയോഗം കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ടിരുന്നിട്ട് അതിലോട്ട് തുരുമ്പ്, നമ്മളിത് ഓപ്പൺ ആയിരിക്കുമ്പോഴാണ് ഇതിൽ തുരുമ്പ് പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ എയറുമായിട്ടൊരു ബന്ധം വന്നിട്ട് അതിൽ തുരുമ്പിൻ്റെ ആ ഒരു ഇത് മാറിക്കിട്ടും. ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ പേനയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ തെളിയാത്ത പേനകൾ കാണും. അതായത് നല്ല മഷിയില്ലാത്തതല്ല, തെളിയാതെ വരുന്ന നല്ലതായിട്ട് തെളിയാത്ത പേനകളൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് തെളിയിച്ചെടുക്കാനുള്ള ഒരു ഈസി ടിപ്പാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട്, അധികം കട്ടിയില്ലാത്തൊരു കവർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അതിലോട്ട് നമ്മൾ ഈ പേന വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേന നന്നായിട്ട് നമുക്ക് തെളിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. പേന തെളിയിക്കാനുള്ളൊരു ഈസി ടിപ്പാണ്. ഇനി നമ്മുടെ വീട്ടിലെ പഞ്ചസാര പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഉറുമ്പും ഒക്കെ കയറുന്ന ഒരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഉറുമ്പൊക്കെ കയറുന്നത് മാറ്റിയെടുക്കാനുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ നമ്മുടെ അതിൻ്റെ വായ് ഭാഗത്ത്, അതായത് നമ്മൾ പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ വായ ഭാഗത്ത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ട് മൂടിയിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ ഈ പാത്രത്തിൻ്റെ അകത്തോട്ട് കയറി പഞ്ചസാരയൊന്നും അഴുക്കാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ പാത്രമൊക്കെ കഴുകുന്ന സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ നമ്മളത് ഇതുപോലെ എപ്പോഴും വെള്ളത്തിൻ്റെ ഒരു അംശമായിട്ടിരിക്കും നമ്മൾ ഉപയോഗം കഴിഞ്ഞിടുമ്പോൾ. അപ്പോൾ നമുക്ക് ഒഴിവാക്കാനായിട്ടുള്ളൊരു ഈസി ടിപ്പാണ്. അപ്പോൾ നമ്മുടെ ഇതിൽ വാഷ് ബേസിൻ്റെ അവിടുത്തെ കിച്ചൺ സിങ്കിൻ്റെ അകത്ത് പൈപ്പ് കാണുമല്ലോ. അപ്പോൾ ആ പൈപ്പിലോട്ട് ഇതുപോലെ ഒരു കവർ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു അടിഭാഗത്ത് ഒരു ചെറിയൊരു ഹോളിട്ട് കൊടുക്കുക. കൈകൊണ്ട് തന്നെ നമുക്ക് കീറി ഉണ്ടാക്കാവുന്നൊരു ഹോൾ മതി. അപ്പം ഇങ്ങനെ ഒരു ഹോളിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ആ പൈപ്പിൻ്റെ ഇതിലോട്ട് ഒന്ന് തൂക്കി കവർ ചെയ്തിട്ടാൽ മതി. നമ്മുടെ ഈ സ്ക്രബ്ബറും കൂടി അതിലോട്ട് ഇട്ടിട്ട്, നനവുള്ള ആ സ്ക്രബ്ബറും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കീഴായിട്ട് തൂക്കിയിടുവാണെങ്കിൽ ആ ഹോളിൽ കൂടി വെള്ളം പോയിക്കോളും. നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് ഉപയോഗിക്കുന്നത് കൂടാണ്ട് വേറൊരു ടിപ്പും കൂടിയുണ്ട്. ഈസി ആയിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാനുള്ളൊരു ടിപ്പും കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി പറഞ്ഞുതരാം. നമ്മളിത് ഈ സ്ക്രബ്ബർ നമ്മളെപ്പോഴും ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇത് ഇതുപോലെ ഈ പ്ലാസ്റ്റിക് കവറിൽ ഇതിപ്പോൾ നമ്മൾ ഇട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളതെടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഈ രീതിയിൽ കയ്യിൽ പിടിച്ച് പാത്രം തേച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിൽ നമ്മുടെ കയ്യിൽ നനവാവത്തുമില്ല, കയ്യിൽ വെള്ളമൊന്നും പറ്റത്തുമില്ല. ഉപയോഗം കഴിഞ്ഞ് നമുക്ക് നേരെ പൈപ്പിൻ്റെ അങ്ങോട്ട് തൂക്കിയിടുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിലും കൂടി നമുക്ക് എപ്പോഴും ഇത് ഡ്രൈ ആയിട്ടിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഫോണൊക്കെ കുത്തിയിടുമ്പോഴത്തേക്കും നമുക്ക് ഫോണിൽ ചിലപ്പം അവിടെ എവിടെയും തട്ടിയൊക്കെ താഴെ വീഴാനും ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മാറാനായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് കവർ വീട്ടിലുണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് നമുക്കൊരു ടിപ്പാണ്. ഇതുപോലെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഫോൺ അതിലോട്ട് ഇടുക. എന്നിട്ട് ഇതുപോലെ കവർ ഇതുപോലെ വലിയ ഭംഗിയൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിങ്ങനെ ഒരു കവർ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു മേൽഭാഗത്ത് ഇതുപോലെ ഒരു ഹോൾ ഇട്ടിട്ട് ചാർജർ അത് കയറ്റി ഇതുപോലെ അങ്ങ് കുത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ താഴെ വീഴാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഒരു ടിപ്പും കൂടി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇതെല്ലാം ചുമ്മാ കളയുന്ന പ്ലാസ്റ്റിക് കവർ കൊണ്ടാണെന്ന് ഓർത്താൽ മതി. ഇനി നമ്മുടെ വീട്ടിലെ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ഒക്കെ ആ ഒരു കോട്ടിങ് പോവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. കുറേ നാളിങ്ങനെ വെളിയിൽ വെച്ചൊക്കെ കഴിയുമ്പോൾ എൻ്റെ കോട്ടിംഗ് ഒക്കെ ചിലപ്പോൾ പോകും. അപ്പം അങ്ങനെ കോട്ടിങ് പോയാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാനും കൊള്ളില്ല. അപ്പോൾ അതിന് നമുക്കുള്ളൊരു ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോവാതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് പാത്രം എപ്പോഴും ഉപയോഗിക്കാനായിട്ട് പറ്റും. ആവശ്യമുള്ളപ്പോൾ എടുക്കുക, അതിന് ശേഷം ഇതുപോലെ വീണ്ടും പ്ലാസ്റ്റിക് കവറിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോട്ടിംഗ് ഒക്കെ പോവാതെ വൃത്തിയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പെന്ന് പറയുന്നത്. അപ്പോൾ ടിപ്പൊക്കെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.